പുലിയെയും കടുവയെയും പോലെ തന്നെ ക്രൂരമായി വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗമാണ് വൈൽഡ് ഡോഗ്. ഇവർ മിക്കപ്പോഴും 10-20 കൂട്ടമായിട്ടായിരിക്കും നടക്കുക. ഇവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും ഇതുപോലെ തന്നെ വേട്ടയാടി ഭക്ഷിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഒരു ശൈലി. കർണാടകയിലെ നാഗർഹോലെ കബനിയിൽ നിന്നും കിട്ടിയ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മറ്റു ജീവികൾ വേട്ടയാടി ഭക്ഷിക്കുന്ന ഇരകളെ ഇവർ തട്ടിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു ശൈലി കൂടി ഇവർക്കുള്ളതാണ്. ധോള അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് എന്നാണ് ഇവരിവിടെ അറിയപ്പെടുന്നത്. പുലിയെയും കടുവയെയും പോലെ തന്നെ ക്രൂരമായി വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗമാണ് വൈൽഡ് ഡോഗ്. ഇവർ മിക്കപ്പോഴും 10-20 കൂട്ടമായിട്ടായിരിക്കും നടക്കുക. ഇവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും ഇതുപോലെ തന്നെ വേട്ടയാടി ഭക്ഷിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഒരു ശൈലി. കർണാടകയിലെ നാഗർഹോലെ കബനിയിൽ നിന്നും കിട്ടിയ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മറ്റു ജീവികൾ വേട്ടയാടി ഭക്ഷിക്കുന്ന ഇരകളെ ഇവർ തട്ടിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു ശൈലി കൂടി ഇവർക്കുള്ളതാണ്. ധോള അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് എന്നാണ് ഇവരിവിടെ അറിയപ്പെടുന്നത്. പുലിയെയും കടുവയെയും പോലെ തന്നെ ക്രൂരമായി വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗമാണ് വൈൽഡ് ഡോഗ്. ഇവർ മിക്കപ്പോഴും 10-20 കൂട്ടമായിട്ടായിരിക്കും നടക്കുക. ഇവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും ഇതുപോലെ തന്നെ വേട്ടയാടി ഭക്ഷിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഒരു ശൈലി. കർണാടകയിലെ നാഗർഹോലെ കബനിയിൽ നിന്നും കിട്ടിയ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മറ്റു ജീവികൾ വേട്ടയാടി ഭക്ഷിക്കുന്ന ഇരകളെ ഇവർ തട്ടിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു ശൈലി കൂടി ഇവർക്കുള്ളതാണ്. ധോള അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് എന്നാണ് ഇവരിവിടെ അറിയപ്പെടുന്നത്. പുലിയെയും കടുവയെയും പോലെ തന്നെ ക്രൂരമായി വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗമാണ് വൈൽഡ് ഡോഗ്. ഇവർ മിക്കപ്പോഴും 10-20 കൂട്ടമായിട്ടായിരിക്കും നടക്കുക. ഇവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും ഇതുപോലെ തന്നെ വേട്ടയാടി ഭക്ഷിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഒരു ശൈലി. കർണാടകയിലെ നാഗർഹോലെ കബനിയിൽ നിന്നും കിട്ടിയ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മറ്റു ജീവികൾ വേട്ടയാടി ഭക്ഷിക്കുന്ന ഇരകളെ ഇവർ തട്ടിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു ശൈലി കൂടി ഇവർക്കുള്ളതാണ്. ധോള അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് എന്നാണ് ഇവരിവിടെ അറിയപ്പെടുന്നത്.